അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ അദബിന് അഥവാ മര്യാദക്ക് വലിയ ബഹുമാനവും സ്ഥാനവും കൽപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, പഴയ കാലത്ത് ഉസ്താദുമാരെ ബഹുമാനിച്ചിരുന്ന ഒരു രൂപമുണ്ട്. മാതാപിതാക്കളെയും ഉപ്പയെയും ഉമ്മയെയും മുതിർന്ന ആളുകളെയൊക്കെ ബഹുമാനിച്ചിരുന്ന രൂപമുണ്ട്. ഇന്നും ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ആ ഒരു ബഹുമാനം കീപ്പ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ചില ആളുകൾ അത്തരം അദബുകളൊന്നും വേണ്ട, ബഹുമാനിക്കേണ്ടതില്ല, എല്ലാവരും ഒരുപോലെയാണ്, ഔലിയാക്കൾക്ക്, മഹാന്മാർക്ക് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും ഇല്ല, ബഹുമാനം വേണ്ടതില്ല എന്ന് പറഞ്ഞ് ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ അവഗണിക്കുന്ന ഒരു രൂപമുണ്ട്. അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്, അതോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുന്നത് നിങ്ങളുടെ ഉയർച്ചക്ക് കാരണമാകും. മഹാനായ ഇബ്നുൽ ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിയയിൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉയർച്ചയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു മഹാനായ വലിയ പാണ്ഡിത്യവും വിലായത്തിന്റെ പദവിയുമുള്ള ഒരു മഹാനെ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാണാൻ ചെന്ന സമയം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അദബും ബഹുമാനവും അങ്ങേയറ്റത്തെ താഴ്മയും കണ്ടിട്ട് ആ വലിയ മഹാൻ അവിടെ വെച്ച് ദുആ ചെയ്തു, ഈ കുട്ടിയെ, ഈ മനുഷ്യനെ വലിയ ഔലിയാക്കളുടെ നേതാവും കുത്തുബും ഗൗസും അങ്ങനെ തുടങ്ങി മഹാന്മാർക്ക് വലിയ മാതൃകയാകുന്ന രൂപത്തിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കണേ അല്ലാ എന്ന് ആ മഹാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് പിന്നീട് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളെന്ന് മഹാനായ ഇബ്നുൽ ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിയയിൽ പറയുന്നുണ്ട്. എത്രമാത്രം ബഹുമാനം അദബിന് ഉണ്ട് എന്ന് നമ്മെ ഇത് മനസ്സിലാക്കി തരുന്നുണ്ട്.